കൊച്ചിയിൽ പോലീസുകാരനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം കാറിലുണ്ടായിരുന്ന യുവതിയിലേക്ക്. യുവതിയെ ഉടൻ ചോദ്യം ചെയ്യും. സംഘത്തിന് ലഹരി മാഫിയയുമായും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. നിഷ, എന്താണ് ഒരു സാഹചര്യം, വിലയിരുത്തൽ? ശ്യാം, കഴിഞ്ഞ 25-നാണ്, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ടൗൺ ഈസ്റ്റ് നോർത്ത് സ്റ്റേഷനിലെ പോലീസുകാരനെ കാർ ഇടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമമുണ്ടായത്. ഇതിൽ 2 പ്രതികളെ ഇന്നലെ രാവിലെ തന്നെ പോലീസ് കൊല്ലത്ത് നിന്ന് പിടികൂടിയിരുന്നു. 150ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളായ ഷംനാദിനെയും ഇർഷാദിനെയും കൊല്ലത്ത് നിന്ന് പിടികൂടിയത്. അതായത് ഈ 25-ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഇവരുടെ കാറിലൊരു യുവതി ഉണ്ടായിരുന്നു. ഈ യുവതിയിലേക്ക് അന്വേഷണം പോവുകയാണ്. കാരണം ആ സമയത്ത് ഈ യുവതി എന്താണ് ഈ കാറിൽ വരാൻ കാരണം, ഈ സംഘവുമായി ഈ പ്രതികളുമായി എന്താണ് യുവതിക്കുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഇവർ മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസുകാരനെ കാർ ഇടിച്ച് തെറിപ്പിച്ചിട്ടും വാഹനം നിർത്താതെ പോയെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ പോലീസ് ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ ASI ആയ സന്തോഷിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സന്തോഷ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ പ്രതികളുടെ കാറിന് മുകളിലേക്കാണ് സന്തോഷ് തെറിച്ചു വീണത്. സന്തോഷുമായി ഏതാണ്ട് 200 മീറ്ററോളം ഈ കാർ പോയി. പിന്നീട് ഈ പ്രതികൾ സന്തോഷ് റോഡിലേക്ക് തെറിച്ചു വീണ സമയത്ത് കാറുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് പ്രതികൾ ഇന്നലെ പിടിയിലാകുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ഈ യുവതിയാണ്. ഈ യുവതി, കാറിലുണ്ടായിരുന്ന യുവതിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതികൾക്ക് ലഹരി മാഫിയയുമായി ഉണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട്. ഈ രീതിയിലും അന്വേഷണം പോകും. ശ്യാം. യെസ്.